വെൽക്കം ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഐ എം ധന്യ ജോസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വീഡിയോ ആണ്. 3 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് XAS അതായത് ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ വളരെയധികം പേടിയാണ്. അപ്പൊ പേടിയില്ലാതെ ചെയ്യാൻ പറ്റുന്ന മറ്റേതൊക്കെ പെയേഴ്സ് ആണ് ഉള്ളതെന്നാണ്. നമുക്ക് ഫോറക്സ് മാർക്കറ്റ് എടുക്കുമ്പോൾ ഒരുപാട് കറൻസി പെയേഴ്സ് അവൈലബിൾ ആണ്. അതിൽ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 കറൻസി പെയേഴ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ കറൻസി പെയർ എന്ന് പറയുന്നത് യൂറോ USD ആണ്. യൂറോയും USDയും കൂടെ പെയർ ആയിട്ട് വന്നിട്ടുള്ള കറൻസി പെയർ ആണ്. ഈ വേൾഡിൽ തന്നെ ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്ന കറൻസി പെയറാണ് യൂറോ USD. അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഉണ്ട്. പക്ഷെ ഗോൾഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ സ്പ്രെഡ് കുറവാണ്. ടെക്നിക്കൽ അനാലിസിസും ചാർട്ട് അനാലിസിസും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടും ഒക്കെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കറൻസി പെയറാണ് യൂറോ USD. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഫണ്ട് കുറവായിട്ടുള്ള ആളുകൾക്കും ട്രേഡ് ചെയ്ത് പഠിക്കാനും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു കറൻസി പെയറാണ് യൂറോ USD. രണ്ടാമത്തെ കറൻസി പെയർ എന്ന് പറയുന്നത് GBP USD ആണ്. ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് അതുപോലെ തന്നെ USDയും കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു കറൻസി പെയർ ആണ്. അപ്പൊ ഇതും യൂറോ USDനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മൂവ്മെന്റ് ഇതിന് കൂടുതലാണ്. പക്ഷെ ഗോൾഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കുറവാണ്. ഇതിന്റെയും സ്പ്രെഡ് കുറവാണ്. അതുപോലെ തന്നെ ചാർട്ട് അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും എല്ലാം വളരെയധികം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കറൻസി പെയർ ആണ് GBP USD. മൂന്നാമത്തെ കറൻസി പെയർ ആണ് AUD USD, അതായത് ഓസ്ട്രേലിയൻ ഡോളറും USDയും കൂടി പെയർസ് ആയിട്ട് വന്നിട്ടുള്ള കറൻസി പെയർ ആണ്. യൂറോ USDനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മൂവ്മെന്റ് കുറവായിട്ടുള്ള ഒരു കറൻസി പെയർസ് ആണ്. വളരെ സമാധാനത്തോടെയും വളരെ സേഫ് ആയിട്ടും ബിഗിനേഴ്സിനൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസി പെയർ ആണ് AUD USD. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഗോൾഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നു. മറ്റുള്ള പെയേഴ്സിലൊന്നും ട്രേഡ് ചെയ്യുമ്പോൾ അത്ര ഫാസ്റ്റ് ആയി പ്രോഫിറ്റ് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഗോൾഡ് ഇത്ര ഫാസ്റ്റ് ആയി മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗോൾഡിന്റെ ലിക്വിഡിറ്റി വളരെയധികം ഹൈ ആണ്. അതായത് വേൾഡിൽ തന്നെ വലിയ വലിയ ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഗോൾഡ് ട്രേഡിംഗ്. ട്രേഡ് ചെയ്യുന്ന ഒരു 99% ആൾക്കാരും ഗോൾഡിൽ ട്രേഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അത് ഇത്ര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഹൈ മൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഗോൾഡിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് ആളുകളും അതിലേക്ക് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുന്നത്. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് സൈഡ് നോക്കിയിട്ട് മാത്രമാണ് ഗോൾഡിൽ പലരും ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിനൊരു നെഗറ്റീവ് സൈഡും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഗോൾഡിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു അത്ര ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ലോസ് കിട്ടാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. അതായത് നമ്മൾ എടുക്കുന്ന ട്രേഡ് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ SL ഹിറ്റ് ആവും. ഇനി SL വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വളരെ വേഗത്തിൽ വാഷ് ഔട്ട് ആവുകയും ചെയ്യും. മറ്റുള്ള കറൻസി പെയേഴ്സിലൊന്നും അത്രമാത്രം മൂവ്മെന്റ്, അതിന്റെ ലിക്വിഡിറ്റി ഒക്കെ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് പോലൊക്കെ തന്നെ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പം ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അത്രയും വലിയ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ മറ്റുള്ള പെയേഴ്സിൽ കിട്ടുന്നത്. അപ്പൊ ഗോൾഡിൽ ഇത്രത്തോളം ആളുകൾ ട്രേഡ് ചെയ്യുക, അതായത് ഗോൾഡ് എന്ന് പറയുന്നത് ഫോറക്സ് കമ്മോഡിറ്റി മാർക്കറ്റിൽ ഒരു കിങ് ആണ്. അത്രത്തോളം ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് അതിന്റെ മൂവ്മെന്റ് ഇത്രയും വലുതായിട്ട് ഉള്ളത്. മൂന്നാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എനിക്ക് ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ വളരെയധികം പേടിയാണ്, പക്ഷെ ഞാൻ ഗോൾഡിൽ മാത്രമേ ട്രേഡ് ചെയ്യുകയുള്ളൂ, എനിക്ക് മറ്റൊരു കറൻസി പെയേഴ്സിന് ട്രേഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അപ്പൊ എന്റെ പേടി മാറ്റിക്കൊണ്ട് എനിക്ക് എങ്ങനെ ഗോൾഡിൽ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഈ ഗോൾഡ് നമുക്ക് തരുന്ന ഒരു സൈക്കോളജിക്കൽ ട്രാപ്പാണ് ഈ പറയുന്ന ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളും മറ്റൊരു കറൻസി പെയേഴ്സിലേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പോവില്ല. കാരണം ഗോൾഡ് നമുക്ക് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും മറ്റൊരു കറൻസി പെയേഴ്സിനും നമുക്ക് തരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അതിന്റെ മൂവ്മെന്റ് അത്ര വലുതായതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ പ്രോഫിറ്റുകളായിരിക്കും കിട്ടുന്നത്. മറ്റ് കറൻസി പെയേഴ്സിനൊന്നും അത്ര വലിയ പ്രോഫിറ്റ് ഒന്നും നമുക്ക് തരാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയാണ് ആളുകൾ എന്ത് വന്നാലും എത്ര പേടിയുണ്ടെങ്കിലും ഗോൾഡിൽ തന്നെ ഞാൻ ട്രേഡ് ചെയ്യൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറുന്നത്. അപ്പൊ നമ്മൾക്ക് ആ പേടി മാറ്റിക്കൊണ്ട് ഗോൾഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ലോട്ട് സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ നമ്മൾ 0.10 ലോട്ട് സൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അമിതമായ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് 0.01 അല്ലെങ്കിൽ 0.02 മാറ്റുക. നമ്മുടെ ലോട്ട് സൈസ് കുറഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേടി കുറയും. ലോട്ട് സൈസ് കൂടുമ്പോഴാണ് പ്രോഫിറ്റ് ആവുമ്പോൾ നല്ല സന്തോഷവും, ലോസ് ആവുമ്പോൾ നമുക്ക് അത്രയും വലിയ ലോസും ആയിരിക്കും. അപ്പൊ ലോട്ട് സൈസ് കുറയ്ക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേടി കുറയ്ക്കാനുള്ള ഒരു കാരണമായി മാറും. അതുകൊണ്ട് തന്നെ ലോട്ട് സൈസ് കുറച്ചിട്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായി നമ്മുടെ പേടി മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് SL നിർബന്ധമാക്കുക എന്നുള്ളതാണ്. ഗോൾഡിൽ ഒരു കാരണവശാലും SL ഇല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യരുത്. SL കറക്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ പേടി അവിടെ കുറയും. ആ SL എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടിന്റെ
1% അല്ലെങ്കിൽ മാക്സിമം 2% മാത്രം റിസ്ക് എടുത്തിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ നമ്മുടെ പേടി മാറ്റാനായിട്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ മാക്സിമം ലണ്ടൻ ആൻഡ് ന്യൂ ഇയർ സെഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇന്ത്യൻ ടൈം ആണെങ്കിൽ ഒരു 5:30 PM തൊട്ട് ഒരു 10 PM വരെയുള്ള ടൈമിൽ നമ്മൾ കൂടുതൽ ഗോൾഡിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ഒക്കെ നമുക്ക് ഒഴിവായി കിട്ടും. അപ്പൊ നമുക്ക് ആ കറക്റ്റ് ട്രെൻഡിനനുസരിച്ചൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു ടൈമാണത്. അപ്പൊ മാക്സിമം ആ ഒരു സമയത്ത് മാത്രം ഗോൾഡ് ട്രേഡ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ പേടി ഒരു പരിധി വരെ നമുക്ക് ഒഴിവായി കിട്ടും. പക്ഷെ അതിനുള്ളിൽ തന്നെ ന്യൂസ് ടൈം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അലേർട്ടായി ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ പേടി കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിന് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ത്രൂ XIUSD, അതുപോലെ തന്നെ BTC USD ഒക്കെ കോഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനൽ അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിന്റെ ലിങ്ക്, കോൺടാക്ട് നമ്പർ ഒക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.